ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് മധ്യപ്രദേശിലെ ബി.ജെ.പി മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ ഒരു അധിക്ഷേപ പരാമർശം നടത്തി എന്നുള്ളത്. അതിനെക്കുറിച്ചായിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് പാകിസ്ഥാൻകാരെ പാക് സഹോദരിയെ കൊണ്ട് തന്നെ അടുപ്പിച്ചു എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതായത് ഈ പറയുന്ന സോഫിയ ഖുറേഷിയെ പാകിസ്ഥാൻകാരുടെ സഹോദരി എന്ന രീതിയിലായിരുന്നു ഈ പറയുന്ന മിനിസ്റ്റർ അധിക്ഷേപിച്ചത്. അപ്പോൾ അങ്ങേർക്കെതിരെ കേസെടുത്ത കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. ഇപ്പോൾ അതാ വീണ്ടും വിവാദ പരാമർശമായിട്ട് ഒരാൾ വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് ന്യൂസിൽ കേട്ടത്. അതായത് ഒരു സമാജ്വാദി പാർട്ടി നേതാവ് മറ്റ് ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ, ഈ സോഫിയ ഖുറേഷിയുടെ കൂടെ പ്രസ് മീറ്റ് നടത്തിയതിൽ മറ്റൊരു വനിതാ ഉദ്യോഗസ്ഥ കൂടി ഉണ്ടായിരുന്നു. വ്യോമിക സെൻ ആണെന്ന് തോന്നുന്നു അവർ. ഇപ്പോൾ അവർക്കെതിരെയും ഇപ്പോൾ ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി നേതാവ്. അങ്ങനെയാണ് ന്യൂസിലുള്ളത്. ഞാൻ ആ ന്യൂസ് എടുത്ത് കണ്ടു നോക്കി. അതിലെന്തെങ്കിലും വിവാദം ഉണ്ടോയെന്ന്, അല്ലെങ്കിൽ വിവാദമായിട്ട് കാണേണ്ട പരാമർശമാണോ പ്രസ്താവനയാണോ അവർ നടത്തിയതെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിലല്ല. കാരണം അവർ പറഞ്ഞത് എന്താണ്, നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ കാര്യം. സോഫിയ ഖുറേഷി ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് സോഫിയ ഖുറേഷിയെ ഈ പറയുന്ന ബി.ജെ.പി മിനിസ്റ്റർ വിമർശിച്ചത്. മറ്റേ വ്യോമിക സെന്ന് ഇന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ബി.ജെ.പി അവരെ വിമർശിക്കാത്തത്. പക്ഷെ അവർ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ വിമർശിക്കുമായിരുന്നു എന്ന് ആര് പറഞ്ഞത്? ഈ പറയുന്ന സമാജ്വാദി പാർട്ടി നേതാവ് പറഞ്ഞത്. ജാതിയുടെ പേരെടുത്താണ് പറഞ്ഞത്. നിങ്ങൾക്കത് ന്യൂസ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതിലെവിടെയാണ് ഈ പറയുന്ന ഈ വ്യോമിക സെന്നിനെ ഈ പറയുന്ന സമാജ്വാദി പാർട്ടി നേതാവ് അധിക്ഷേപിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കാര്യത്തിൽ ഈ ഒരു പ്രസ്താവനയിലൂടെ ശരിക്ക് ഈ സമാജ്വാദി പാർട്ടി നേതാവ് അധിക്ഷേപിച്ചത് ബി.ജെ.പിയെ ആണ്, അതല്ലാതെ ഈ പറയുന്ന വ്യോമിക സെന്നിനെ അല്ല. അവർ ഇന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ് അവരെ അധിക്ഷേപിക്കാത്തത്. അവർ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരെ അധിക്ഷേപിക്കുമായിരുന്നു, അതാണ് പറഞ്ഞത്. പിന്നെ സോഫിയ ഖുറേഷി മുസ്ലിം ആയതുകൊണ്ടാണ് അധിക്ഷേപിച്ചതെന്ന്, ഈ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഇതെങ്ങനെ വിവാദമാവും? നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഇന്നലത്തെ വീഡിയോയിൽ. ഒരു പ്രത്യേക വിഭാഗത്തോട് ബി.ജെ.പിക്കുള്ള ഒരു എതിർപ്പ്, അത് പലപ്പോഴും പല സ്ഥലത്തും അറിയാതെ പുറത്തു വന്ന് പോകുന്നുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ. അപ്പോൾ ഇതൊരു വിവാദ പരാമർശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കറക്റ്റായിട്ട് ബി.ജെ.പിക്കെതിരെ മാത്രം നടത്തിയ പരാമർശമാണ്. പിന്നെ ഇത് ബി.ജെ.പി ഇതൊരു വിവാദമാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ഓൾറെഡി ബി.ജെ.പിയിൽ ഒരു മന്ത്രി ഇങ്ങനെ പറഞ്ഞു പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ ബി.ജെ.പിക്ക് ഒരു ക്ഷീണം ഉണ്ടായി. ഈ കാര്യത്തിൽ ബാക്കിയുള്ളവരൊക്കെ സേനയെ അഭിനന്ദിക്കുമ്പോൾ ഇത്തരത്തിലൊരു പരാമർശം ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ അത് ബി.ജെ.പിക്ക് മൊത്തത്തിലൊരു ക്ഷീണം ഉണ്ടാക്കി ദേശീയ തലത്തിൽ. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പറയുന്ന ഇയാളുടെ പ്രസ്താവന കൂടി വിവാദമാണെന്ന് പറഞ്ഞ് അതങ്ങോട്ട് വിവാദമാക്കിയിട്ട് അതിലൂടെ ഇവർക്ക് ഇപ്പോൾ ഉണ്ടായ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു തളർച്ച അത് ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതിലെവിടെയാ വിവാദം? ഇതിലെവിടെയാ അധിക്ഷേപം? ആരധിക്ഷേപിച്ചു? പിന്നെ ഞാൻ ഈ കാര്യം പറയുന്നതെല്ലാം കംപ്ലീറ്റ്ലി ന്യൂസ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വേറെ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ കേട്ടതനുസരിച്ച് ഇത് ഒരു അധിക്ഷേപ പരാമർശമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ.